ഈ വേലാതിനെ എളുപ്പത്തിൽ വീഴിക്കാവുന്ന ആരും മോഹിക്കണ്ട. ഞാൻ വീഴണേ മുരുകൻ വിചാരിക്കും. ആര് കരുവാമുരുകനോ? സാക്ഷാൽ പളനിമല മുരുകൻ ദണ്ഡായുധ പാണി. ഓ ആ മുരുകൻ. വേലായുധമാക്കിയവനാണ് വേലായുധൻ മുരുകൻ. അതായത് ഞാൻ തൊഴുക എന്നെ തൊഴുക. മുണ്ട് ചെരുപ്പ് ചെരുപ്പ് ഇവിടെ. പഴനിമല കോവിലിൽ പാൽ കാവടി തുടങ്ങി. 8 വർഷം തുടർച്ചയായിട്ട് കാവടി തോളിലേന്തി പഴനിമല ചവിട്ടുവിനാണ് വേലയത്. അറിയാമോ കള്ളു കുടിച്ചുകളെ? മുറുക വടിവേല എല്ലാരും കൂടെ എന്നെ സമുദ്രത്തിലേക്ക് തള്ളിയിട്ട് കൊല്ലാൻ പോകുവാന്നോടി. കൊല്ലപോകളെ അയ്യോ അമ്മേ, ഇത് രാവിലെ പശുവിന് കൊടുക്കാൻ വെച്ചിരുന്ന കാടിയുള്ളല്ലേ? അതെ, അറിഞ്ഞോണ്ട് തന്നെയാ. നടക്കണേ, ഇന്നത്തെ പഴമക്ക് ഇത്ര മതി. അവിടെ ഇരിക്കട്ടെ, ശല്യം. അമ്മ ഈ പറയണ പോലൊന്നും അല്ല. മക്കളെ കുറിച്ച് ഓർത്താ മനസ്സമാധാനം ഇല്ലാത്തത്. കുട്ടികളുടെ കാര്യോർത്ത് നീ എന്തിനാ വിഷമിക്കണ പെണ്ണെ? അവനിങ്ങ് വരട്ടെ, ഞാൻ പറഞ്ഞോളാം. അമ്മയെന്നല്ല, ഇനി ദൈവം തമ്പുരാൻ നേരിട്ട് ഇറങ്ങി വന്ന് പറഞ്ഞാൽ പോലും ഒരു കൂസലില്ലാത്ത സാധനം അത്. വീടൊന്നും കുട്ടികളൊന്നും ഒരു ചിന്തയില്ല. അച്ഛൻ എന്നും കുടിച്ചു വന്നിട്ട് അമ്മയായിട്ട് വഴക്കാണ് അമ്മമ്മേ. മിണ്ടാതിരിക്കടി. ഇവളുടെ പരീക്ഷ കഴിഞ്ഞ് കിട്ടിയതിന്റെ ഭാഗ്യം. പഠിക്കാനൊക്കെ മിടിക്കുകയാണ്. സ്കൂളിലെ ടീച്ചർമാരും മാഷുമാരൊക്കെ പറയണത് ഇവളെ ഇനിയും ഉയർന്ന ക്ലാസ്സിൽ പഠിപ്പിക്കണമെന്നാ. അതിന് അവള് +2 തന്നെ കടന്നു കിട്ടുമെന്ന് ആര് കണ്ടു? ഒരിക്കൽ പഠിപ്പ് നിർത്തിയതല്ലേ. ഞാനൊക്കെ ജയിക്കും മുത്തശ്ശ, നല്ല ഉറപ്പുണ്ട് എനിക്ക്. സ്കൂളിൽ ഏറ്റവും നന്നായി പഠിക്കുന്ന വീട്ടിൽ ചേച്ചിയാണ് മുത്തശ്ശ. ഇന്നാളൊരു സമ്മാനം കിട്ടി. എന്ത് സമ്മാനം? ഒരു ക്ലോക്ക്. അത് അച്ഛൻ കൊണ്ടുപോയി വിറ്റു. ഈ പെണ്ണിന് ഞാൻ അതൊന്നും സാരില്ല. അമ്മമ്മയുടെ കുട്ടി ജയിക്കട്ടെ, അപ്പൊ ക്ലോക്കും വാച്ചും ഒക്കെ വാങ്ങിക്കാം. കോളേജിൽ പോയി പഠിക്കുകയും ചെയ്യാം. അതിന് തന്ത സമ്മതിച്ചിട്ട് വേണ്ടേ? ഇപ്പൊ തന്നെ പറയണത് പഠിപ്പൊക്കെ നിർത്തി വല്ല പണിക്കും പറഞ്ഞേക്കാമെന്നാ. മാസം മാസം ശമ്പളം എണ്ണി വാങ്ങാലോ. ഞാൻ പോവില്ല, എനിക്ക് ഇഷ്ടമല്ല. ഞാനിനി സ്കൂൾ ഓർക്കുമ്പോഴേ അങ്ങോട്ടുള്ളൂ. മുത്തശ്ശന്റെ കുട്ടി ഇനി എവിടെയും പോണ്ട. ഞങ്ങൾക്ക് ഇവിടെ മിണ്ടിയും പറഞ്ഞു പിടിക്കാൻ ഒരാളായല്ലോ. നിനക്ക് 2 ദിവസം കഴിഞ്ഞിട്ട് പോയാ പോരടി. എന്നാ പിന്നെ അങ്ങോട്ട് ചെല്ലണ്ട. ഇന്ന് തന്നെ വരാൻ സാധിച്ചത് കുട്ടികൾ കരഞ്ഞു പറഞ്ഞോണ്ടാ. രാവിലെ തന്നെ പോണം. എനിക്കിവിടുന്ന് പോകാൻ മനസ്സ് വരുന്നില്ല. ആരെങ്കിലും കണ്ട അസലാവും. ഏതായാലും ഈ അർദ്ധരാത്രിയിൽ യാത്ര പറയുന്നില്ല. നാളെ വരും കേട്ടോ. എല്ലാരും ഉറങ്ങിയോ? ആരാ ഈ നട്ടപ്പാതിരിക്ക് അറക്കമേലും ഉറങ്ങിയില്ലേ? കാടുകുടിയൻ മനുഷ്യനെ മെനക്കെടുത്താനായിട്ട്. ആരാന്നാ ചോദിച്ചത്? കാര്യം എന്തൊക്കെ പറഞ്ഞാൽ ഈ ഷക്കീലക്ക് നല്ല വൃത്തിയാ. എങ്ങനെ വൃത്തിയില്ലാതിരിക്കും? ഇപ്പൊ നമ്മൾ എന്റെ 4 കുളി കണ്ടില്ലേ? എന്തായാലും കൊടുത്ത കാശ് മുതലായി. തീപ്പെട്ടി ഉണ്ടായില്ലേ? ഇല്ല, കൊള്ളി കഴിഞ്ഞു. അപ്പൊ ഓക്കെ, നാളെ കാണാം. ഓക്കെ. അമ്പലക്കുളങ്ങരെ കുളിക്കാൻ ചെന്നപ്പോൾ അയലത്തെ പെണ്ണുങ്ങൾ കളിയാക്കി കല്യാണി. ചേട്ടാ ഇങ്ങനെ ചേട്ടോ.
ഒറ്റയൊന്ന് ശരിക്കും പേടിച്ച് രക്ഷപ്പെട്ടു. ആ വിത്തൗട്ട് എന്നാ ചായ. അബുക്ക ആ അനക്ക് ചായ കുടിക്കണ്ടേ? വേണ്ട. ഇന്ന് ഹർത്താലും വല്ലതും ഉണ്ടാ ബുക്ക? എന്തേ? ഏയ് ലീവാക്കല്ല. മീനുസാമി സമാധിയായോ? നമസ്കാരം. അയ്യോ ഇതെന്താ പറ്റിയേ? ഏ? ഏ? ഇന്നലെ രാത്രി എന്തോ കണ്ടു പേടിച്ചതാ. ചുട്ടുപൊള്ളാണ് പനിയാ. മേല് പപ്പടം വെച്ചാ പൊളിക്കും, അത്ര ചൂടാ. ആ ഇത് പേടിപ്പനിയാ. അതിന് ഏറ്റവും നല്ലത് നമ്മുടെ കണാരനെ കൊണ്ടൊരു ചരട് ജപിച്ച് കെട്ടിച്ചാൽ മതി. അതെ പോയി. പോയോ? ആ, അയ്യോ, ചരട്. നിക്ക്, നിക്ക്, നിക്ക്. എത്ര സ്വർണ്ണ എന്റെ ഈശ്വര, ഇതുപോലെയൊക്കെ നിട്ട് നടക്കാൻ എന്നൊരു ഭാഗ്യം ഉണ്ടാവാ. എവിടെ ഒക്കെ പോയില്ലോ. മുത്തശ്ശൻ കണ്ടാന്ന് ചീത്ത ഉറപ്പായിട്ട് കിട്ടും. കടയും തുറന്നത് എവിടെ പോയി? ഇവിടെ കൊടുക്കുന്ന പേപ്പറിന്റെ പൈസ ഒരു മാസം കഴിഞ്ഞല്ല കൈ കിട്ടാറ്. അതിന് കുഞ്ഞുണ്ണിയാരെ പോലെ പലിശ കണക്കാക്കുകയാണെങ്കിൽ ഏകദേശം 10-15 റുപ്യെങ്കിലും കൈ കിട്ടണ്ടാണ്. അതിനിപ്പോ 4 പഴം തിന്ന എന്താ കുഴപ്പം? കക്ക് തന്നെ 4 എണ്ണം. ഒരു കള്ളം വന്ന് നമ്മുടെ കടയിൽ വെച്ച പഴങ്ങളെല്ലാം ഇരിഞ്ഞിരിഞ്ഞ് തിന്നണോ? കള്ളന്മാരുടെ ശല്യം രാത്രി ഉണ്ടായിരുന്നു, ഇപ്പൊ പകലും തുടങ്ങിയോ? വേഗം വരും മുത്തശ്ശ. വരാം, വരാം. കണ്ടോണ്ട് പോ. വാ. നിക്കണാണ്ടോ? ഈശ്വരാ, ഒച്ച വെച്ച കള്ളിന് ഓടിക്കളയും. ഇടിച്ച് പോവാതെ കുട്ടി. എന്ത് പണിയായി കാണിച്ചത്? മോനെ ചന്ദ്രശ, രമേശ, 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 നീ കണ്ണു തുറക്ക. നീ കണ്ണു തുറക്കും മോനെ. ഇനി എന്താ ചെയ്യാ മുത്തശ്ശ? രമേശ, 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 മോനെ എഴുന്നേക്ക്. എന്താ നിനക്ക് പറ്റിയത്? എന്താന്ന് അറിയില്ല, പെട്ടെന്ന് തലയ്ക്കകത്തൊരു മിന്നല് പോലെ. ഇപ്പൊ കുഴപ്പമൊന്നുമില്ലല്ലോ? ഇല്ല, ചെറുതായ ഒരു വേദന. ഗോവിന്ദേട്ടൻ എന്തിനാ ചിരിക്കണ? ഇപ്പൊ ചിരിയാ വരണ്ടേ? ഇവിടെ ഒരാൾക്കൊരു ചെറിയ അബദ്ധം പറ്റിയതാ രമേശ. ചുവന്ന തലക്കെട്ടും കെട്ടി പുറംതിരിഞ്ഞത് പഴയ കണ്ടപ്പോ ഞാനും ആദ്യം വിചാരിച്ചു കള്ളനാണെന്ന്. അടിക്കാൻ പറഞ്ഞത് ഞാൻ തന്നെയാ. അയ്യോ, അപ്പൊ അടിച്ചതാ? ആരമ്മണിയേട്ടത്തിയാ? അമ്മണിയടുത്തൊന്നും അല്ല, ഇത് വേറൊരാളാ. പിന്നെ ആര്? നീ ആളെ കണ്ട ദേഷ്യപ്പെടുകയും വഴക്കുകയൊന്നും ചെയ്യാൻ പാടില്ല. എന്നാ പിന്നെ കെട്ടിപ്പിടിച്ചൊരു ഉമ്മ കൊടുക്കാൻ ഞാൻ. കണ്ടാൽ അങ്ങനെ ഒരു പൂതിയൊക്കെ തോന്നും. ഇങ്ങോട്ട് വന്ന കുട്ടിയെ, പേടിക്കൊന്നും വേണ്ട, അവൻ നിന്നൊന്നും ചെയ്യില്ല. ഇങ്ങോട്ട് വരൂ കുട്ടി. എന്റെ മോളുടെ കുട്ടിയാ, അവൾ ഇന്നലെ വന്നതാ. അതേ, പരിചയമില്ലാത്തോണ്ട് അവക്കൊരു അബദ്ധം പറ്റിയതാ. നീ അത് കാര്യാക്കണ്ട. നീ പേപ്പർ കൊണ്ട് വന്നാവൂല്ലേ? അതെ, കടയിലുണ്ട്. അന്ന് ഞാൻ ഇറങ്ങട്ടെ. അയ്യോ, നല്ല കുട്ടിയാണ്. വേറെ വല്ല ചെക്കന്മാരും ആയിരുന്നെങ്കിൽ കണ്ടക ശനിയായിട്ട് ഇപ്പൊ ദേഹത്തുനിന്ന് പോവോ?
വേഗം നടക്കും മോളെ. നിർത്തടാ നിർത്തടാ, നീ നമ്മുടെ പൊട്ടംകൊള്ളന്റെ ആള് പോന്നു. നിർത്തടാ. കോമളായിട്ട് എന്താ നമ്മൾ നടത്തിച്ചോണ്ട് വരണേ? സ്കൂൾ വണ്ടി ഒന്നും വന്നില്ല രമേശ. മോളെ നീ ഒന്ന് സ്കൂളിൽ